എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു പുരാണ കഥയാണ് പറയാൻ പോകുന്നത്. നാരദ മഹർഷി വൈകുണ്ഠ ലോകത്തിലെത്തി ഭഗവാൻ വിഷ്ണുവുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നാരദ മഹർഷിക്ക് ഒരു സംശയം. അദ്ദേഹം വിഷ്ണു ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ, ദാരിദ്ര്യ ദുഃഖമാണോ അനപത്യ ദുഃഖമാണോ? അനപത്യ ദുഃഖം എന്ന് പറഞ്ഞാൽ കുട്ടികളില്ലാത്ത അവസ്ഥ. ഇത് രണ്ടിൽ ഏതാണ് വലിയ ദുഃഖം? വിഷ്ണു ഭഗവാൻ പറഞ്ഞു, ഏതാണ് നാരദ മഹർഷിക്ക് ഏത് ദുഃഖമാണ് വലുതായിട്ട് തോന്നുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അനവത്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം മനുഷ്യന്റെ ജീവിതത്തിൽ. അപ്പോൾ വിഷ്ണു ഭഗവാൻ പറഞ്ഞു, എന്തായാലും അങ്ങേക്കത് താമസിക്കാതെ ഏത് ദുഃഖമാണ് വലുതെന്ന് ബോധ്യമാകും എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഭഗവാനോട് യാത്ര വാങ്ങിച്ച് നാരദ മഹർഷി ഭൂമിയിലൂടെ നടക്കാൻ തുടങ്ങി. പെട്ടെന്ന് നാരദ മഹർഷി ഒരു സ്ത്രീ ആയി മാറി. ഇങ്ങനെ അവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു സുന്ദരനായ ഒരു പുരുഷൻ അതുവഴി വന്നു. പെട്ടെന്ന് അദ്ദേഹം ഈ സുന്ദരിയായ സ്ത്രീയെ കണ്ടു. രണ്ടുപേരും തമ്മിൽ ഇഷ്ടത്തിലായി, കല്യാണമൊക്കെ കഴിച്ചു. അവിടെ തന്നെ ഒരു കുടിലൊക്കെ വെച്ച് രണ്ടുപേരും അവിടെ സന്തോഷമായിട്ട് ജീവിച്ചു. അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സമയത്ത് ഭയങ്കര വരൾച്ച വന്നു. എല്ലായിടത്തും വെള്ളമൊക്കെ വറ്റി, ഭക്ഷണമൊക്കെ വളരെ കുറവായിരുന്നു. അങ്ങനെ കുഞ്ഞുങ്ങൾ 3 പേരും ഒരു ദിവസം ആഹാരമില്ലാതെ പെട്ടെന്ന് അങ്ങ് മരിച്ചു പോന്നു. അപ്പൊ അങ്ങനെ കുഞ്ഞുങ്ങൾ മരിച്ച ദുഃഖത്തിൽ സ്ത്രീയായ നാരദ മഹർഷി കരയുകയായിരുന്നു. തനിക്കും വിശക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു വാഴ, അതില് ഇങ്ങനെ പഴുത്ത വാഴപ്പഴം കണ്ടു. അപ്പൊ ഇങ്ങനെ നാരദ മഹർഷി, സ്ത്രീയായ നാരദ മഹർഷി വിചാരിച്ചു, ഇത് ഞാൻ നേരത്തെ കണ്ടില്ലല്ലോ. അപ്പൊ ചെന്ന് ആ വാഴക്കൊല ഇങ്ങനെ കൈവച്ച് എത്തി നോക്കിയപ്പം പറ്റുന്നില്ല. അപ്പൊ ഒരു കുട്ടിയുടെ ശവം എടുത്തിട്ടിട്ട് അതിന്റെ പുറത്ത് കയറി നിന്നപ്പോഴും എത്തുന്നില്ല. അപ്പൊ രണ്ടാമത്തെ കുട്ടിയുടെ ശവം എടുത്തിട്ടു. രണ്ട് മുകളിലിട്ടു, എന്നിട്ടും പറ്റുന്നില്ല. അപ്പൊ മൂന്നാമത്തെ കുട്ടിയുടെ ശവം കൂടെ എടുത്തിട്ടപ്പം മൂന്നും കൂടെ ഒന്നിച്ച് അടുക്കി അടുക്കിയിട്ടപ്പോൾ എത്തുന്നുണ്ട്. അപ്പൊ ആ വാഴപ്പഴം പറിക്കുന്നു, അത് കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അത് കഴിച്ചിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നു. "ഓ, എന്തൊരാശ്വാസം എന്ന്." അപ്പൊ പെട്ടെന്ന് പഴയ നാരദ മഹർഷിയായി. അപ്പൊ ഇതൊക്കെ ഒരു മനസ്സിന്റെ ഒരു ഏം, അഭിരണമായിരുന്നു. ശരിക്കും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, മനസ്സിൽ തോന്നിയതാണ്. അന്നേരം വിഷ്ണു ഭഗവാൻ ഇങ്ങനെ ചോദിക്കുന്നു, അങ്ങ് ദാരിദ്ര്യ ദുഃഖവും അനുഭവിച്ചു, ഒന്നുമില്ലാത്ത, തിന്നാൻ ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിലുള്ള ദുഃഖവും, അതുപോലെ മക്കൾ മരിച്ച ദുഃഖവും അനുഭവിച്ചു. ഇപ്പൊ രണ്ടിൽ ഏറ്റവും വലുതായിട്ട് ഏതാണ് തോന്നുന്നത്? അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, ദാരിദ്ര്യ ദുഃഖം തന്നെയാണ് വലുത്. കാരണം ഒന്നും കഴിക്കാനില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത് വലിയൊരവസ്ഥയാണ്. എല്ലാവർക്കും നമസ്കാരം.